नमस्ते बच्चों, सबको हिंदी क्लास में स्वागत है। आज हम एक नए पाठ पढ़ेंगे। पाठ का नाम है खूबसूरत अनुभूति है एवरेस्ट। क्या है? खूबसूरत अनुभूति है एवरेस्ट। ये पाठ इकाई 5 की दूसरी पाठ है। तो ये एक साक्षात्कार है। साक्षात्कार क्या है आपको पता है? साक्षात्कार का अर्थ है इंटरव्यू। इधर इंटरव्यू ആണ്. അപ്പോൾ ആരെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ സന്തോഷ് യാദവ്. കോനെ? സന്തോഷ് യാദവ്. അപ്പോൾ സന്തോഷ് യാദവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പർവ്വതാരോഹി ഉണ്ടായിരുന്നു. അവരുടെ അനുഭവം അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ആദ്യമേ സന്തോഷ് യാദവിനെ കുറിച്ച് പഠിക്കാം. പേജ് നമ്പർ 96. भारत की एक पर्वतारोही है. संतोष यादव भारत की एक पर्वतारोही है. आप माउंट एवरेस्ट पर 2 बार चढ़ने वाली विश्व की प्रथम महिला है. അപ്പോൾ അവരെന്ന് പറയുമ്പം ഭാരതത്തിലെ തന്നെ ആദ്യമായിട്ട് പർവ്വതം, അതായത് മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള ഒരു വനിതയാണ്. 2 തവണ മൗണ്ട് എവറസ്റ്റ് കയറിയിട്ടുണ്ട്. पहले अपने मई 1992 में और उसके बाद मई 1993 में एवरेस्ट पर चढ़ाई करने में सफलता प्राप्त की. ആദ്യമായിട്ട് 1992 മെയിലും രണ്ടാമതായി 1993 മെയിലുമാണ് അവർ മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയത്. आपका जन्म जनवरी 1969 में हरियाणा के रेवाड़ी ജില്ല में हुआ था. അവർ ജനിച്ചത് ഹരിയാന ജില്ലയിലെ റേവാടി എന്ന് പറയുന്ന ജില്ലയിലായിരുന്നു. ഹരിയാനയിലെ റേവാടി എന്ന് പറയുന്ന ജില്ലയിലാണ്. 1969 आपने महारानी कॉलेज जयपुर से शिक्षा प्राप्त की. മഹാറാണി കോളേജ് ജയ്പൂരിൽ നിന്നാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. സമ്പ്രതി ഭാരത് തിബ്ബത്ത് സീമാ പോലീസ് में पुलिस अधिकारी है. ഒരു പോലീസ് ഓഫീസറാണ്. आपको 2000 में പത്മശ്രീ പുരസ്കാർ से सम्मानित किया है. 2000 അവർക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാക്ഷാത്കാറിലേക്ക് കടക്കാം. പേജ് നമ്പർ 93. खूबसूरत अनुभूति है एवरेस्ट. അപ്പോൾ എവറസ്റ്റിൻ്റെ ആ ഒരു വശ്യമായ സൗന്ദര്യം അല്ലെങ്കിൽ അത് കീഴടക്കിയപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. माउंट एवरेस्ट की चोटी पर 2 बार पहुंचने वाली भारत की पहली महिला पर्वतारोही संतोष यादव का बचपन अन्य बच्चों की तुलना में कुछ हटकर रहा. മൗണ്ട് എവറസ്റ്റിൻ്റെ കൊടുമുടികളിൽ ആദ്യമായിട്ട് ഭാരതത്തിൽ നിന്ന് ആദ്യമായിട്ട് പർവ്വതാരോഹണം നടത്തിയ നമ്മുടെ സന്തോഷ് യാദവ്, അവരുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ബച്ചുപൻ സേഹി വഹ് നിഡർ രഹി. കുട്ടിക്കാലം മുതൽക്ക് തന്നെ അവർക്ക് ഒന്നിനോട് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കിസി ഭി ചീസ് കോ ജാനേ കി ഉൻകി ജിജ്ഞാസ ഹമേശ ഉൻകി അന്തർ ബൽവതി രഹി. ഏതൊരു വസ്തുവിനെ കുറിച്ചും അറിയാനുള്ള ഒരു ആഗ്രഹം, ആ ഒരു ജിജ്ഞാസ, ആ ഒരു ക്യൂരിയോസിറ്റി അവരെ അവരുടെ ഉള്ളിൽ തന്നെ ഒരു വളരെയധികം ബലമുള്ള ഒരു സ്ത്രീയാക്കി മാറ്റി. और बर्फ़ से ढकी चोटियों को समझने की जिज्ञासा से उन्हें एक दिन माउंट एवरेस्ट की चोटी पर पहुंचा दिया. അപ്പോൾ ഈ മഞ്ഞ് മൂടിയ മലകൾ അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ രഹസ്യം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും ആ ഒരു അവരുടെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ അവർക്ക് അതിനോടുള്ള ഒരു ആകാംക്ഷയും ക്യൂരിയോസിറ്റിയും ഒക്കെ കാരണം അവർക്ക് ഒരു ദിവസം മൗണ്ട് എവറസ്റ്റിൽ കയറാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. ആപ്കാ ബച്പൻ കേസാ രഹ. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. ആപ്കാ ബച്പൻ കേസാ രഹ, നിങ്ങളുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു? ബഹുത് ശരാരത്തി ഥി, ഞാൻ വളരെയധികം കുസൃതി നിറഞ്ഞൊരു കുട്ടിയായിരുന്നു. ലേക്കിൻ ഫിർ അച്ചാനക് ശാന്ത് ഹോ ഗയേ, പിന്നീട് ഞാൻ പെട്ടെന്ന് ശാന്തയായി. പിതാജി കെ ആർമി മേ ഹോനെ കെ കാരണം മേരാ ജ്യാദാതർ ബച്ചുപൻ ദാദി കെ സാത്ത് ബീത. അപ്പോൾ അച്ഛൻ ആർമിയിലാണ് ജോലി ചെയ്തിരുന്നത്. അത് കാരണം തന്നെ ഏറ്റവും കൂടുതൽ സമയം അവർ അമ്മുമ്മയുടെ കൂടെയാണ് ചിലവഴിച്ചത്. ഓർ മേ അപ്നി ദാദി കി ലാഡ്ലി ഥി, അമ്മുമ്മയുടെ ഏറ്റവും പുന്നാര മോളായിരുന്നു സന്തോഷ് യാദവ്. 5 भाइयों के बीच अकेले होने के कारण मुझे अपने भाइयों का भी भरपूर प्यार मिला. 5 സഹോദരന്മാർക്ക് ഒരൊറ്റ അനിയത്തിയായത് കാരണം അവരുടെ എല്ലാം സ്നേഹം സന്തോഷ് യാദവിന് ശരിക്കും കിട്ടിയിട്ടുണ്ടെന്നാണ്
പറയുന്നത്. आज मुझे महसूस होता है कि जिस बच्चे को घर में अच्छा प्यार मिलता है वह किसी भी क्षेत्र में अच्छा कर सकता है. അപ്പോൾ അവരിപ്പോൾ പറയുന്നത് ഏതൊരു കുട്ടിക്കാണോ അല്ലെങ്കിൽ ഏതൊരു ആൾക്കാണോ ഏറ്റവും കൂടുതൽ സ്നേഹം അവരുടെ വീട്ടിൽ നിന്ന് ലഭിക്കുന്നത് അവർ ഏത് മേഖലയിലും തൻ്റെ കഴിവ് തൻ്റെ പ്രാവീണ്യം തെളിയിക്കും എന്നാണ് പറയുന്നത്. അവരുടെ ഏറ്റവും ബെസ്റ്റ് അവർക്ക് കൊടുക്കാൻ കഴിയും എന്നാണ് ഇവിടെ പറയുന്നത്. പഠായി ലിഖായി കേസി രഹി, പിന്നീട് ചോദിക്കുകയാണ് പഠായി ലിഖായി കേസി രഹി, നിങ്ങളുടെ വിദ്യാഭ്യാസവും പഠിത്തവും ഒക്കെ എങ്ങനെയായിരുന്നു. ദോ കമറോं का मेरा स्कूल था, അപ്പോൾ അവരുടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണ് 2 മുറികളുള്ള ഒരു സ്കൂളായിരുന്നു. और मेरी कक्षा में सिर्फ 4 बच्चे थे, എൻ്റെ ക്ലാസ്സിൽ ആകെ 4 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. बैठने के लिए घर से बोरी लेकर जाते थे और कभी बरसात हो जाती तो उसे भी ओढ़ लेते थे. അപ്പോൾ ഇരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ചെറിയ ചാക്കൊക്കെ ആയിട്ട് പോകുമായിരുന്നു. ഈ മഴ പെയ്യുന്ന സമയത്തോ മഴ പെയ്യുമ്പം പൊതുവെ തണുപ്പാണല്ലേ, അപ്പോൾ ആ തണുപ്പ് സമയത്ത് ഈ ചാക്ക് തന്നെ എടുത്ത് പുതയ്ക്കുമായിരുന്നു. 5वीं कक्षा तक मैंने गाँव के स्कूल में ही पढ़ाई की. 5ാം ക്ലാസ് വരെ ഞാൻ ഗ്രാമത്തിലെ സ്കൂളിൽ തന്നെ പഠിച്ചു. फिर मैं नज़दीक के ही कस्बे में जाने लगी, പിന്നീട് ഞാൻ എൻ്റെ വീടിനടുത്തുള്ള പട്ടണങ്ങളിലേക്കൊക്കെ പോയി പഠിക്കാൻ തുടങ്ങി. वहाँ मैंने 8वीं तक की पढ़ाई की, അവിടെ ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചു. और दिल्ली आ गई, പിന്നീട് ഞാൻ ദില്ലിയിൽ വന്നു. 14 वर्ष की उम्र से ही शादी करने का दबाव दिया जाने लगा, जिससे बचपन से बचने के लिए मैं अपने माता पिता से दूर हॉस्टल में रहकर पढ़ाई करने लगी. 14 വയസ്സായപ്പോൾ വിവാഹപ്രായമെത്തി എന്ന് പറഞ്ഞ് വീട്ടിലെല്ലാവരും പ്രഷർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ആ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മയും അച്ഛനിൽ നിന്നൊക്കെ ദൂരെ ഹോസ്റ്റലിലേക്ക് മാറി അവിടെ നിന്ന് പഠിക്കാൻ തുടങ്ങി. അടുത്ത ക്വസ്റ്റ്യൻ, ഹിമാലയ पर चढ़ने की പ്രേരണ കബ് ഓർ കേസെ മിലി, ചോദിക്കുകയാണ് ഹിമാലയത്തിലേക്ക് കയറാനുള്ള നിങ്ങളുടെ ഈ ഒരു പ്രേരണ, നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു പ്രേരണ എവിടെ നിന്നാണ് കിട്ടിയത്, അത് നിങ്ങൾക്ക് എപ്പോഴാണ് ലഭിച്ചത്. मैं बचपन से ही बहुत जिज्ञासु थी और यही जिज्ञासा मेरी प्रेरणा बनी. ഞാൻ ചെറുതിലെ തന്നെ വളരെയധികം ക്യൂരിയസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ജിജ്ഞാസയായിരുന്നു എല്ലാത്തിനോടും. അതുകൊണ്ട് തന്നെ ആ ഒരു ജിജ്ഞാസ എനിക്ക് പ്രേരണയായി മാറി. बर्फ से ढके पहाड़ों पर चढ़ने की जिज्ञासा बहुत पहले से ही थी. അപ്പോൾ ഈ മഞ്ഞ് മൂടിയ മലകളിൽ കയറണം എന്നുള്ള ആ ഒരു ആഗ്രഹം, ആ ഒരു ക്യൂരിയോസിറ്റി എനിക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നുള്ളൂ. कॉलेज के दौरान एक प्रशिक्षण शिविर में जब हिमालय देखने गई तब भी मुझे यह संयोग प्राप्त हुआ. कॉलेज के दौरान, കോളേജിൽ പഠിക്കുന്ന സമയത്ത് एक प्रशिक्षण शिविर മാനെ ട്രെയിനിങ് ക്യാമ്പാണ്. ഒരു ട്രെയിനിങ് ക്യാമ്പിനായിട്ട് ഹിമാലയത്തിൽ പോയി. അപ്പോൾ ഹിമാലയമൊക്കെ കാണാനുള്ളൊരു അവസരം ലഭിക്കുകയുണ്ടായി. ആ സമയം തൊട്ട് തന്നെ എൻ്റെ മനസ്സിൽ ഹിമാലയത്തിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. ക്യാ പരിവാർ കി തരഫ് സെ കോയി അഡ്ചൻ ഹുയി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ പരിവാർ ക്യാ ഹെ ഫാമിലിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തടസ്സമുണ്ടായോ, അച്ഛനോ അമ്മയോ എന്തെങ്കിലും തടസ്സം പറഞ്ഞോ, അതായത് മൗണ്ട് എവറസ്റ്റിൽ കയറാൻ പോവല്ലേ, എന്തെങ്കിലും തടസ്സം പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പിതാജീനെ അജംഭേമേ പഠ്ഗയേ കി യഹ് കോൺസാ ഭൂത് സവാർ ഹോ ഗയ. അപ്പോൾ അച്ഛനോട് ആദ്യമായിട്ട് ഹിമാലയത്തിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവരൊക്കെ ആകെ ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, നിൻ്റെ ദേഹത്തെ ഏത് ഭൂതമാണ് കയറിയെന്ന് പോലും അവർ ചോദിക്കുകയുണ്ടായി. परिवार के लोग सोचने लगे कि यदि हाथ पैर टूट गया तो शादी कैसे होगी. അപ്പോൾ വീട്ടിലുള്ളവരുടെ ചിന്തയെന്ന് വെച്ചാൽ ഹിമാലയത്തിലോ പർവ്വതങ്ങളിലൊക്കെ കയറി പോകുമ്പോൾ കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞു പോയാൽ എങ്ങനെയാണ് കല്യാണം കഴിപ്പിക്കുക. ഗാവ് കെ ലോക് ക്യാ കഹെങ്കെ, അത് മാത്രമാണോ, ഗ്രാമത്തിലുള്ളവർ എന്തു പറയും, ഒരു പെൺകുട്ടിയാണല്ലേ, ഗ്രാമത്തിലുള്ളവർ എന്തു പറയും. ലേക്കിൻ മേരി ജിദ് കെ കാരൺ അന്തുമേ ഉന്നെ മാനാപ്പെട. അവസാനം എൻ്റെ ഒരു വാശിയുടെ പുറത്ത് അവസാനം അവർക്കൊക്കെ സമ്മതം മൂളേണ്ടി വന്നു. മൗണ്ട് എവറസ്റ്റ് पर चढ़ने की अनुभूति हमें बताइए. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മൗണ്ട് എവറസ്റ്റ് पर, അതായത് മൗണ്ട് എവറസ്റ്റിൽ നിങ്ങൾ കയറിയ സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടായ ഒരു സന്തോഷം, ആ ഒരു അനുഭൂതി എന്താണ്. बहुत ही अलग था, അത് വളരെ വ്യത്യാസമായിരുന്നു. जब मैं टॉप पर पहुंची तो भावात्मक रूप से मैं शून्य हो गई. ഏറ്റവും മുകളിൽ കയറിയ സമയത്ത് ഞാൻ ആകെ ബ്ലാങ്ക് ആയിപ്പോയി, എൻ്റെ മനസ്സ് ശൂന്യമായിരുന്നു എന്നാണ് പറയുന്നത്. ना किसी प्रकार की खुशी थी, എനിക്കൊരു പ്രകാരത്തിലുള്ള സന്തോഷവും ഉണ്ടായിരുന്നില്ല. और ना ही कोई गम, ഒരു ദുഃഖവും ഉണ്ടായിരുന്നില്ല. वाकी टाकी फ़ोन के ज़रिए मुझे सूचना दी गई कि मैं एवरेस्ट पर पहुंच गई हूँ. जब मैं 2-4 कदम पीछे थी तभी मेरी आत्मा ने कहा कि यह मैं क्या करने जा रही हूँ. അപ്പോൾ ഇവിടെ പറയുന്നത് ഏറ്റവും ടോപ്പിൽ കയറിയ സമയത്ത് അവരുടെ മൈൻഡ് ബ്ലാങ്ക് ആയിരുന്നു. അവർക്ക് ഒരു തരത്തിലുള്ള സന്തോഷം ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലുള്ള ദുഃഖങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല.
ഓക്കി ടോക്കി ഫോണിലൂടെ അറിയുന്നു എന്താണ് മൗണ്ട് എവറസ്റ്റ് കീഴടക്കി, അതിൻ്റെ ഏറ്റവും മുകളിലെ ടോപ്പിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കി. അപ്പോഴാണ് എന്താണ് അവർക്ക് ശരിക്കും അവർ മൗണ്ട് എവറസ്റ്റിൽ എത്തിച്ചേർന്നു എന്നുള്ളത് പോലും അവർ അറിയുന്നതെന്നാണ് പറയുന്നത്. ജബ് 2000 കഥം പീച്ചേ തി. അപ്പോൾ അവർ പറയുകയാണ് 2-3 ചുവട് പിന്നിലായിരുന്നപ്പോൾ തന്നെ അവർ മനസ്സിൽ ഇങ്ങനെയാണ് ചിന്തിച്ചത്. തഭി മേരി ആത്മാനെ, അവരുടെ ആത്മാവ് പറയുകയുണ്ടായി കി യഹ് മേ ക്യാ കർനെ ജാ രഹി ഹൂ, ഞാൻ ഇവിടെ എന്ത് ചെയ്യാനാണ് പോകുന്നതെന്ന് പോലും അവർ ചിന്തിക്കുകയുണ്ടായി എന്നാണ് ഇവിടെ പറയുന്നത്. അഗല ക്വസ്റ്റ്യൻ ഹേ കിത്തന ഡർ ലഗ, നിങ്ങൾ എത്ര മാത്രം പേടിച്ചിരുന്നു, നിങ്ങൾക്ക് പേടി തോന്നിയിരുന്നോ? കിസ് തരഹ് കെ ജീവ് ജന്തു ദേഖ്നെ കോ മിലേ, ഏതെങ്കിലും തരത്തിലുള്ള മൃഗങ്ങളെ നിങ്ങൾ കണ്ടുവോ എന്നാണ് ചോദിക്കുന്നത്. കോയി ഡർ നഹി ലഗ, എനിക്ക് പേടിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കഭി കഭി സുന്നേക്കോ മിൽത്താ ഥാ കി ക്യാമ്പ് മേ സ്നോ ബിയർ ആയാ ഥാ. അപ്പോൾ ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ട് ക്യാമ്പിലൊക്കെ സ്നോ ബിയർ, അതായത് ഹിമക്കരടി ഉണ്ടല്ലോ, മഞ്ഞു പ്രദേശത്ത് കാണപ്പെടുന്ന ഹിമക്കരടിയൊക്കെ വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. ലേക്കിൻ മേരെ സാമനെ എക് ബാർ ഭി നഹി ഹുവ, പക്ഷെ ഞാൻ ഒരിക്കൽ പോലും അതിനെ കണ്ടിട്ടില്ല. സ്നോ ലെപ്പേർഡ്, മൗണ്ടൻ ഗോട്ട് ജിസെ ബരൾ കഹാ ജാത്താ ഹെ ദേഖ്നെ കോ മില. അപ്പോൾ അവർ പറയുന്നത് സ്നോ ലെപ്പേർഡ്, മൗണ്ട് ഗോട്ട്, അതിനെ ബരൾ എന്ന് പറയും, അതിനെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. अगला क्वेश्चन है एक सफल पर्वतारोही होने के लिए किन गुणों की आवश्यकता होती. ഒരു സഫലമായിട്ടുള്ള പർവ്വതാരോഹകനാകണമെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് വേണം എന്നാണ് ചോദിക്കുന്നത്. यह न सिर्फ एक पर्वतारोही के लिए बल्कि हर एक अच्छे इंसान के लिए ज़रूरी होता है. അപ്പോൾ അവർ പറയുകയാണ് यह न सिर्फ एक पर्वतारोही के लिए, ഇത് ഒരിക്കലും ഒരു പർവ്വത ആരോഹിക്ക് വേണ്ടി മാത്രം ഉള്ള സ്വഭാവ ഗുണങ്ങളല്ല, അവർ മാത്രം ഇതൊക്കെ സ്വായത്തമാക്കണമെന്നല്ല. ബൽക്കി, പിന്നെയോ ഹർ ഏക് അച്ഛേ ഇൻസാൻ കേലിയെ, ഏതൊരു നല്ല മനുഷ്യനും ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. സെറൂരി ഹോത്ത, ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് അവർ പറയുന്നത്. കി വഹ സന്തുലിത ദിമാഗ് വാല, അതായത് ഏതൊരു ഘട്ടം, ഈ ഒരു വിഷമഘട്ടമാണെങ്കിലും എന്തൊരു പ്രശ്നം വന്നാലും സന്തുലിതമായിട്ട് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയുള്ളവനായിരിക്കണം. അല്ലാതെ പേടിച്ച് എന്താണ് പെട്ടെന്ന് എന്തെങ്കിലും തോന്നുക അതങ്ങ് ചെയ്യുക അങ്ങനെയല്ല. പിന്നെയോ നമ്മൾ അതിൻ്റെ വരായികളെ കണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരാളായി തീരണം എന്നാണ് സന്തോഷ് യാദവ് പറയുന്നത്. ഇൻസാൻ കാ യഹ് ഗുണം ഉസേ ഹർ സ്ഥിതി മേ അച്ഛാ കാം കർനെ മേ മദദ്ഗാർ ഹോത്താ ഹെ. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങൾ ഉണ്ടെങ്കിൽ അയാളെ ഏതൊരവസ്ഥയിലും സഹായിക്കും, അയാളെ ഏതൊരു അവസ്ഥയിലും എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് അയാൾക്ക് ഗുണത്തിനായിരിക്കും ഉള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. കിസി ഭി പരിസ്ഥിതിമേ ആപ് അപ്പനെ ആപ്കോ ഢാൽ സക്തേ ഹെ, അതായത് ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ടെങ്കിൽ ഏതൊരു പരിസ്ഥിതിയിലും അത് നിങ്ങൾക്ക് കവചമായി, നിങ്ങൾക്കൊരു പരിചയ പോലെ നിങ്ങളുടെ പ്രൊട്ടക്ഷനിൽ അതുണ്ടാകും എന്നാണ് പറയുന്നത്. യഹി ഗുൺ കാഫി ഹോത്താ ഹെ ബാക്കി സഭി ഗുൺ ഭി ഇസിസേ ജുഡേ ഹോത്തേ, ഈ ഗുണമാണ് ഏറ്റവും പ്രധാനം, ബാക്കിയുള്ളതൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. അഗലാ ഹെ അബ് ആപ്കാ അഗല ലക്ഷ്യ ക്യാ ഹെ, ഇനി നിങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. അഗർ മൗക്കാ മിലേ തോ ഫിർ വഹാം ജാനെ ചാഹെങ്കെ, ചോദിക്കുകയാണ് നിങ്ങളുടെ അടുത്ത ലക്ഷ്യം എന്താണ്, ഇനി നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എവറസ്റ്റിൽ പോകുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം മേരെ ലിയേ ജോ അനുഭവ് ഥാ ഉസേ മേനെ പ്രാപ്ത് കർ ലിയ, എനിക്കുണ്ടായിരുന്ന ആഗ്രഹം ഞാനത് സഫലമാക്കി, പ്രാപ്തമാക്കി. അബ് മേരി കൽപ്പന സമാജ് കോ ഖുഷ് ദേഖ്നാ ഹെ, ഇനി എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് സമൂഹം, സൊസൈറ്റി സന്തോഷമായിരിക്കണം, അത് കാണണം എന്നുള്ളതാണ്. ലക്ഷ്യ ഹേ കി സഭി കെ ചെഹ്റെ പർ ഖുഷി ദിഖേ, ലക്ഷ്യം ഇതാണ്, ആഗ്രഹം ഇതാണ്, എല്ലാവരുടെയും മുഖത്ത് സന്തോഷം ഉണ്ടാകണം, അതെനിക്ക് കാണണം. എഹ് ധർത്തി സ്വർഗ കഹലായി, അത് മാത്രമല്ല നമ്മുടെ ഈ ഭൂമി എന്താ പറയണം, സ്വർഗം എന്ന് എല്ലാവരും പറയണം, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാണ് ഇവിടെ സന്തോഷ് യാദവ് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു സാക്ഷാത്കാരമാണ്, നന്നായിട്ട് വായിച്ചു നോക്കാം. കോയി സന്ദേഹത്തോ മുझसे पूछना तो नमस्ते, धन्यवाद.